ഇപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ എൻ്റെ ചാനൽ നോക്കി അറിയാം, ഞാൻ രസം ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട്, പല മോഡലിട്ടുണ്ട്. ഇതിപ്പോൾ തക്കാളി വേവിക്കാതെ മൂപ്പിച്ച് ചേർക്കുക. ഞാൻ വേവിച്ച് രസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് രസമല്ല, കുറച്ച് വെളിച്ചെണ്ണ മതി. ലൈറ്റ് ഇട്ടാൽ കാണാൻ പറ്റുന്നില്ല. എണ്ണ അടുപ്പത്ത് വെച്ചു. എണ്ണ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിലേക്ക് കായ ഇട്ട് കൊടുക്കാം. പൊടിക്കായ ഇടണ്ട, അത് ലാസ്റ്റ് ഇട്ടാൽ മതിയല്ലോ. പൊടി അല്ലെങ്കിൽ കത്തിപ്പോയാൽ കഴിക്കും. പച്ചടപ്പാട്ടോ, അതുകൊണ്ടാണ് സൗണ്ട് ക്ലിയർ ആവാത്തത്. രസം ചേച്ചി ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. രസത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടാക്കണതാണ്. പക്ഷെ ഇന്ന് നമ്മൾ എന്താ കഴിക്കണമെന്നുള്ളതിന് ഇട്ടാക്കണം. രാവിലെ ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. കട്ടൻ ചായ മാത്രമേ കുടിച്ചു. എണീറ്റ് വന്നത് 8 മണിയായി. പിള്ളേരൊന്നും ഇവിടെ ഇല്ല. കുറേ കട്ടൻ ചായ കുടിച്ചു. പച്ചടപ്പ് കണ്ട് ഇനി ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കണുള്ളൂ. കണ്ട് പിള്ളേരില്ലാതെ പലഹാരങ്ങളൊന്നും കഴിക്കാറില്ല. അപ്പോൾ അടുത്ത് നമുക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ചതച്ചതിടാം, ഇട്ട് കൊടുക്കാം. ഒരു കൈ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. പിടിച്ചു തരാൻ ആരുമില്ല. കൊച്ചുണ്ടെങ്കിൽ പിടിച്ചു തരാൻ നമുക്ക്. അപ്പോൾ കായത്തിൻ്റെ കൂടെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ച് കിടന്ന് മൂക്കട്ടെ. നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. മല്ലിയില ചേർക്കണം. ഇത് പൊടിച്ച് വെച്ചിട്ടില്ലേ, ജീരകവും, ഇത് കുരുമുളക് പൊടിച്ചത്, ജീരകം പൊടിച്ചത്. ഇനി കുറച്ച് പുളിവെള്ളം വെള്ളത്തിലിട്ടിട്ടുണ്ട് ഉപയോഗിക്കാൻ. പിന്നെ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. ഈ പൊടിയുടെ കൂടെ തന്നെ ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു. അതൊക്കെ നമ്മുടെ ആവശ്യത്തിന്, നമ്മൾ എന്തുണ്ടാക്കണം അതിൻ്റെ ആവശ്യത്തിനിടാം. കുറച്ച് കാശ്മീർ മുളക് പൊടി ആട്ടാം. ഇരുവെള്ളം, കുരുമുളകിന് ഇരുവെള്ളമല്ലേ, കാശ്മീർ മുളക് പൊടി ഇട്ടു. അത് മതി, വേറെ ഒന്നും ഇടണ്ട. അപ്പോൾ കുരുമുളക് പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി കാശ്മീർ മുളക് പൊടി, പിന്നെ മല്ലിയിലേക്ക് ഇട്ടങ്ങ് എടുക്കുക. കായപ്പൊടിയായിട്ടല്ല ആക്കിയിടുക. കായ ഇട്ടിട്ടുണ്ട്, എന്നാലും ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇടും ഞാൻ. എനിക്ക് കായം രസത്തിൽ, സാമ്പാറിലും മുന്നോട്ട് നിൽക്കുന്ന ഇഷ്ടമാണ്. സാമ്പാർ ഇഷ്ടമല്ല എനിക്ക്, പക്ഷേ ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്ക് ഉണ്ടാക്കുമ്പോൾ ഞാനങ്ങനെ ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കറി സാമ്പാറാണ്. ഇവിടെ എല്ലാവർക്കും തന്നെയാണ്. ചെറിയ കൊച്ചങ്ങാനും എതിർച്ചാരും കൂട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. സാമ്പാർ മോളും വെക്കാറില്ല, ഞാനും വെക്കാറില്ല. അതെല്ലാം ഓണവും വിഷുവൊക്കെ വരുമ്പോൾ വെക്കും. സാമ്പാറിനോട് താല്പര്യമില്ല. അതായിരിക്കും പരിപ്പ്, അതൊന്നും എനിക്കിഷ്ടമല്ല. പരിപ്പ് താളിച്ച് കറി വെക്കും. മരുമകനും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് പരിപ്പ് താളിക്കാറുണ്ട് ഞാൻ. കറിച്ച് നല്ലപോലെ മൂക്കട്ടെ. ഇതെല്ലാം കൂടെ ഇട്ട് മൂക്കണം. ഇത് മൂത്തതിന് ശേഷമാണ് നമ്മൾ മല്ലിയില ഇടണം. മല്ലിയില ഒരു ഇതായി കഴിയുമ്പോൾ തക്കാളി ഇടുക. പിന്നെ ലാസ്റ്റ് പൊടി ഇടുക, പുളിവെള്ളം ഒഴിക്കുക. അതിന് രസം ഉണ്ടാക്കി തരാം, കാണിച്ചു തരാം കേട്ടോ. ടൈം പോകണ്ടല്ലോ എന്ന് ഓർത്തുണ്ട്.